ഹായ് ഓൾ, നമസ്കാരം. ഞാൻ രൂപേഷ് പാല. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്നും ഏകദേശം ഒരു 70 കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് വെറും 20 കിലോമീറ്ററും മാറി ഒരു അടിപൊളി വെള്ളച്ചാട്ടത്തിൽ ഞങ്ങൾ പോവുകയുണ്ടായി. അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ട്രെക്ക് ആൻഡ് ഡൈൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് തൊടുപുഴ ടൗൺ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ടൗൺ ആകുന്നതിന് കുറച്ച് മുൻപ് തന്നെ വെങ്ങല്ലൂർ കഴിഞ്ഞിട്ട് ഇടത്തോട്ട് ഒരു ബൈപ്പാസ് തിരിയും. മങ്ങാട്ടുകവല ബൈപ്പാസ് എന്നാണ് അതിൻ്റെ പേര്. അതുവഴി മുമ്പോട്ട് പോകാം. പോയി മങ്ങാട്ടുകവല ജംഗ്ഷനിൽ നമ്മളെത്തും. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ കാരിക്കോട് എന്നുള്ള സ്ഥലം വഴി ക്രോസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇടുക്കിയിലേക്കൊക്കെ കടന്ന പ്രതീതി അനുഭവിക്കാവുന്നതാണ്. ഇരുവശങ്ങളിലും നല്ല റബ്ബർ മരങ്ങളുടെ ഇടയിലൂടെ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആലക്കോട് എന്നുള്ള ജംഗ്ഷൻ കടന്ന് വീണ്ടും മുമ്പോട്ട് ചെല്ലുമ്പോൾ കലയന്താനി എത്തുന്നതാണ്. ഇവിടെയും ഒരുവിധം നല്ല റോഡ് തന്നെയാണ് നമുക്കുള്ളത്. അവിടെ നിന്ന് അല്പം മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പന്നിമറ്റം എന്നുള്ളൊരു ജംഗ്ഷനിലേക്ക് എത്തുന്നു. പന്നിമറ്റത്ത് നിന്ന് നമുക്കൊരു 3.5 കിലോമീറ്ററോളം പൂമാലയിലേക്ക് യാത്ര ചെയ്യാനുള്ളതിൽ ഒരു 2 കിലോമീറ്ററോളം അല്പം മോശമായ വഴി നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പൂമാല എന്നുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയതിന് ശേഷം അവിടെ നിന്നും വലത്തോട്ട് ഒരു ചെറിയ വഴി തിരിയുന്നത് നമുക്ക് കാണാം. അത് കൂവക്കണ്ടം, നാളിയാനി എന്നൊക്കെ പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന ഒരു വഴിയാണ്. നമുക്ക് ആ വലത്തോട്ട് തിരിഞ്ഞാണ് താഴോട്ട് ഇറങ്ങേണ്ടത്. അല്പം ഇടുങ്ങിയ വഴിയാണ്. ഇരുവശങ്ങളിലും നല്ലൊരു നാടൻ പ്രതീതി ഉണർത്തുന്ന കപ്പ, വാഴ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഒരു 300 മീറ്റർ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം നമ്മൾക്ക് ഇടതുവശത്തായി കാണാം. ഇവിടെ വണ്ടി ഇട്ടിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. ഹായ്, അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഞണ്ടിറുക്കി വാട്ടർഫോൾസിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഞണ്ടിറുക്കി വാട്ടർഫോൾസ് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ ദാ മേളിൽ കാണുന്ന ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഞണ്ടിറുക്കി വാട്ടർഫോൾസ്. അവിടെ രണ്ട് പാറകൾ അടുത്തടുത്ത് ഞണ്ട് ഇറുക്കുന്ന ഷേപ്പിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് വെള്ളം ചാടുന്നതുകൊണ്ടാണ് ഇതിന് ഞണ്ടിറുക്കി വാട്ടർഫോൾസിന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കുത്തി താഴോട്ട് വന്നിട്ട് ഒഴുകി നമ്മളിപ്പോൾ ഈ റോഡിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ വന്നിട്ടാണ് താഴോട്ട് ഒഴുകി അത് താഴെയുള്ള ആറിപ്പോയി ചേരുക ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 100-400 മീറ്ററോളം മേളിലേക്ക് നടന്നു പോകണം. നടന്ന് പോയതിന് ശേഷമാണ് അവിടെയാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റുക. നമ്മൾ അവിടെ വരെ പോയി നോക്കാം. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തീർച്ചയായിട്ടും ഇറങ്ങാം. വെള്ളച്ചാട്ടത്തിൻ്റെ ഇടതുവശത്തായിട്ട് അങ്ങോട്ട് പോകാനായിട്ട് നമുക്കൊരു വഴി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തെന്നി കിടക്കുമ്പോൾ പിടിച്ചു പോകാനായിട്ട് ഹാൻഡ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 മീറ്റർ മേളിൽ ചെന്ന് നമുക്ക് അവിടെ എത്താവുന്നതാണ്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ തന്നെ നമുക്ക് താഴെ ഇറങ്ങി വെറുതെ ഇരിക്കാവുന്ന രീതിയിൽ നല്ല പാറക്കെട്ടുകളൊക്കെ അടുത്തുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടെ ഒരു കോൺക്രീറ്റ് റോഡ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് നടന്നു പോകാനായിട്ട്. ഇച്ചിരി കുത്തനെയുള്ള കയറ്റമാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഈവൻ കുട്ടികളും അതുപോലെ തന്നെ ലേഡീസിനൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഏകദേശം 4 വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട്. അവർ ഓൾറെഡി മേളിലേക്ക് നടന്ന് പോയി കഴിഞ്ഞു. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് അവരെ ഓൾറെഡി പോയിട്ടുണ്ട്. നമ്മളവരുടെ പുറകെയാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ കൂടെ ലേഡീസ് ഉണ്ട്. അതുപോലെ തന്നെ 2 പ്രഗ്നന്റ് ലേഡീസ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇങ്ങോട്ട് എത്താവുന്ന ദൂരമേ ഉള്ളൂ. ഒരു ചെറിയ കയറ്റം ഇവിടെ ഉണ്ട്. കുറച്ച് സ്റ്റെപ്പുകൾ കയറാനായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇന്നിപ്പോൾ നല്ല ഒരു വെയിലുള്ള ദിവസമായതുകൊണ്ടാകാം ഒട്ടും തന്നെ ഇവിടെ തെന്നിയൊന്നും അല്ല ഇപ്പോൾ കിടക്കുന്നത്. പക്ഷെ നമ്മൾ താഴെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നന്നായിട്ട് തെന്നി കിടക്കും. നല്ല തെന്നലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഒരു പകുതി ദൂരം വരെ നമുക്ക് ഈ ഹാൻഡ് റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇച്ചിരി ദൂരം ഇങ്ങനെ
ഹാൻഡ് റെയിൽസ് ഇല്ലാതെ മലനിരകളുടെ ഇടയ്ക്കൂടെ ഉള്ള ചെറിയൊരു യാത്രയാണ്. നമുക്കിവിടെ കയറി അപ്പുറം എത്തുമ്പോഴാണ് നമ്മുടെ വെള്ളച്ചാട്ടം. നമ്മൾ ഏകദേശം അടുത്ത് എത്തിക്കഴിഞ്ഞു. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അങ്ങനെ നമ്മൾ കുറച്ച് കയറ്റമൊക്കെ കയറി ഇതായി കാണുന്ന വഴിയൊക്കെ താണ്ടി ഇങ്ങനെ കയറി നല്ല കാട് പോലെയൊക്കെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ഞണ്ടിറുക്കി വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാ നിൽക്കുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന് വേറെ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്കൊരു പ്രൈവറ്റ് വെള്ളച്ചാട്ടമായിട്ട് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റി. വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനത്തെ ചാൻസ് കിട്ടാറുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ ഇറങ്ങി ഇന്ന് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കാലാവസ്ഥയാണ്. മഴയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങോട്ട് ചിലപ്പോൾ വരാൻ പറ്റില്ലായിരുന്നു. കാരണം വഴി തന്നെ നന്നായിട്ട് തെന്നി കിടന്നേനെ. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന ജോജോ മേളിൽ നിൽക്കുന്നുണ്ട്. ആശി താഴെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു. എല്ലാവരും ഇതൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഏകദേശം 3.5 വയസ്സും 4 വയസ്സൊക്കെ പ്രായമുള്ള 2 കുട്ടികളും കൂടെ ഉണ്ട്. അപ്പോൾ ആർക്ക് വേണ്ടി എത്താവുന്നതാണ്. ഈ ബാക്കിൽ പോകുന്ന 2 പേരാണ് നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ പ്രഗ്നൻറ്റ് ലേഡീസ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എത്തിപ്പെടാവുന്ന ഒരു ദൂരമേ ഉള്ളൂ. സുഖമായിട്ട് ഫാമിലിയായിട്ട് വരാനും ഒരു ദിവസമൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ഞണ്ടിറുക്കി വാട്ടർഫോൾസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇടുക്കി ഭാഗത്തോട്ട് വരുന്നവർ, തൊടുപുഴ ഭാഗത്തോട്ട് വരുന്നവർ ഒരു 20 കിലോമീറ്റർ കഷ്ടി യാത്ര ചെയ്ത് കയറാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ എത്താവുന്നതാണ്. അടിപൊളി സ്പോട്ടാണ്. ആരും മിസ് ചെയ്യരുത്. നമുക്ക് വന്ന് ഇറങ്ങി കുളിക്കാം. അതുപോലെ തന്നെ വലിയ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റും. ഏകദേശം ഈ ഒരു സ്പോട്ടിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണെങ്കിൽ നമുക്ക് അവിടെ പോയി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇറങ്ങാനും വെള്ളത്തിലിരുന്ന് ആസ്വദിക്കാനൊക്കെ പറ്റും. അതല്ല ഇച്ചിരിയും കൂടെ വെള്ളത്തിൽ നിൽക്കാൻ താല്പര്യമില്ല, വെള്ളത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ നേരെ വീണ്ടും മേളിലേക്ക് ഒരു സ്വല്പം കൂടെ ഒരു 100 മീറ്ററും കൂടെ മേളിലേക്ക് നടന്ന് കയറുവാണെങ്കിൽ മേളിലായിട്ട് നമുക്കിവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ കയറി നീ അത്യാവശ്യം നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ദൂരെയുള്ള നല്ല നല്ല മലനിരകളുടെയും സീനറി നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാം. നല്ല കാഴ്ചയായിരിക്കും. അവിടെ നിന്ന് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടായിരിക്കും. ഹായ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഞണ്ടിറുക്കി വാട്ടർഫോൾസിന് അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അടിപൊളി സെറ്റപ്പാണ്. കാരണം അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്ത് ഒരു 11 മണി സമയത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ ഇത്രയും ദൂരം നടന്ന് കയറി ക്ഷീണിച്ച് ഇവിടെ എത്തിയാലും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിഷമം തോന്നില്ല. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ അടിപൊളി വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഈ കാറ്റിൽ ഈ വെള്ളം വന്ന് താഴെ പാറയിൽ അടിച്ച് തെറിച്ചിട്ട് നമ്മുടെ ഇരിക്കുന്ന ആ ഭാഗം മുഴുവൻ മിസ്റ്റ് പോലെ നല്ല മഞ്ഞ് വന്ന പോലെ വെള്ളം തെറിച്ച് നമ്മുടെ മേത്തേക്ക് വീഴുന്നുണ്ട്. ശരിക്കും ഒരു വളരെ മൈന്യൂട്ടായിട്ട് മേത്തേക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. അവിടെ തീർച്ചയായിട്ടും ഇവിടം വരെ വരുന്നവർക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട. ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമായിരിക്കും ഇത്. ഇവിടെ കാണുന്ന പോലെ അല്ല കേട്ടോ. അതെ, അവിടെ ചിലപ്പോൾ അടിപൊളിയാണ്. അവിടെ ഇറങ്ങിയിരിക്കുവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് കുടിക്കാൻ പറ്റും. അടിപൊളി സെറ്റപ്പാണ് ആ ഭാഗം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ മിസ്റ്റ് പോലെ ഇങ്ങനെ വെള്ളം ശരിക്കും അടിച്ചു തീർത്തി ഇങ്ങനെ ഈ പാറകളൊക്കെ നോക്കി അറിയാം. മൊത്തം പായലൊക്കെ ആയിട്ട് കിടക്കുവാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ഈ ഒരു വലിയ പാറയുടെ താഴെക്കൂടെ ഒരു ഗ്യാപ്പുണ്ട്. അതിലൂടെ നടന്ന് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് വ്യൂവും ഉണ്ട്. താഴോട്ട് നമുക്ക് കുറേ മലകളൊക്കെ കാണാം. നമ്മുടെ കൂടെ ഒന്ന് ലേഡീസ് എല്ലാം ഇപ്പോൾ അവിടെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് 2-3 പേര് 4 പേര് ഞങ്ങളിത് വെള്ളത്തിലേക്ക് ചാടാനുള്ള പ്ലാനിങ്ങിലാണ്. നമുക്ക് ഇതിന്റെ അപ്പുറ സൈഡിൽ കൂടെ താഴെക്കൂടെ കറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. താഴെക്കൂടെ കറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന് നേരെ താഴെ എത്താൻ പറ്റുമെന്ന് നോക്കാം. വഴി നമുക്കൊന്ന് നോക്കാം. കമോൺ.
നല്ല കാഴ്ച കാണുന്ന ഈ അടിപൊളി സ്ഥലത്തിൻ്റെ അടുത്തും രാത്രി കാലങ്ങളിൽ നമ്മുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ ആകാം വന്നിരുന്നത് ബിയർ റേഡിയൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങളിലൂടെ കാണാം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. മദ്യപാനമല്ല, പക്ഷേ ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ, ആൾക്കാർക്ക് വരാൻ പറ്റുന്ന സ്ഥലങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവിടെ വരിക, വന്നിട്ട് അവിടെ ഇരുന്ന് ഇതുപോലെ കുപ്പികളൊക്കെ പൊട്ടിച്ചിടുക. ഇനി ഫ്യൂച്ചറിൽ ഇവിടെ ഇതുപോലെ കുട്ടികളൊക്കെ ആയിട്ട് ആർക്കെങ്കിലും വരാൻ പറ്റുമോ? ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ കാലിൽ ഇതെല്ലാം കൊണ്ട് കയറി ഇനി അതിൻ്റെ അപകടങ്ങളായിരിക്കും വേറെ. അതുപോലെ തന്നെ ഇനി മഴയൊക്കെ കൂടി ഇവിടെയൊക്കെ വെള്ളം തെറിച്ചു പോകുന്നൊരവസ്ഥ വരുമ്പോൾ ഈ ചില്ലെല്ലാം കൂടെ ചേർന്നായിരിക്കും താഴോട്ട് ഒഴുകി പോകുന്നത്. അപ്പം ഇങ്ങനത്തെ ദയവ് ചെയ്ത് ആൾക്കാർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനത്തെ പ്രവൃത്തികൾ കാണിക്കാതിരിക്കുക. നിങ്ങൾ വരിക, ആസ്വദിക്കുക, അത് കഴിഞ്ഞിട്ട് പോവുക. അതൊഴിച്ചാൽ നമുക്ക് ബാക്കി എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണിത്. സരിക്കൂടെ ഇങ്ങനെ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നമുക്ക് വീണ്ടും കയറാം. കുറച്ചും കൂടെ മേളിലേക്ക് കയറുമ്പോൾ എന്താ ആ സ്പോട്ടിലായിട്ട് നമുക്കൊരു വ്യൂ പോയിൻ്റ് പണിതിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള വ്യൂ എന്താണെന്നും കൂടെ ഒന്ന് കണ്ടു കളയാം. അപ്പോൾ നമ്മൾ മേളിലേയും കൂടെ ഒന്ന് പോയി നോക്കുവാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ ഇടതുവശത്തായിട്ടൊരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്. അതായത് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഒരു പൈപ്പ് വഴി കണക്ട് ചെയ്തിട്ട് അത് ഈ ടാങ്കിലിവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് തൊട്ടടുത്ത് ഇവിടെ വേറൊരു ടാങ്ക് ഉണ്ട്. ഇതാ ഈ ടാങ്കിലേക്ക് വെള്ളം നിറയുകയും ഇവിടെ നിന്ന് ഓസ് വഴി അല്ലെങ്കിൽ പൈപ്പ് വഴി ഇതാ താഴോട്ട് ഈ വെള്ളം പോകുന്നുണ്ട്. കുടിക്കാനുള്ള ആവശ്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ ഈ പറമ്പിലേക്ക് ചെടി നനയ്ക്കാനൊക്കെ ആണോയെന്നറിയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ പൈപ്പിട്ട് വെള്ളം കൊണ്ടുപോകുന്നൊരു ടാങ്ക് നമുക്കിവിടെ കാണാം. മോനെ അടിപൊളി. ഇതാ നമ്മളത് ഈ സ്പോട്ടിൽ ആദ്യം വന്നേ. ഈ കാണുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയാണ് നമ്മൾ ആ പാറയുടെ ബാക്കിൽ കൂടെ ഈ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നത്. നമ്മളതിൻ്റെ ടോപ്പിൽ വന്നേക്കുവാണ്. എന്താ ഇത്ര അടുത്ത് നമുക്ക് വെള്ളച്ചാട്ടം കാണാം, കണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരെല്ലാവരും ഉറപ്പായിട്ട് ഈ ഞണ്ടിരിക്ക് വെള്ളച്ചാട്ടം ഒന്ന് വന്ന് കാണേണ്ടതാണ്. ഇടുക്കിയിൽ വരുന്നവർ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്. തൊടുപുഴയിൽ നിന്ന് വളരെ അടുത്താണ്, ഒരു 20 കിലോമീറ്റർ താഴെ വന്നപ്പോൾ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ എത്താൻ പറ്റും. അപ്പോൾ നമ്മളിതിവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ വരിക, ഫാമിലിയായിട്ട് എല്ലാവരും വരിക. വന്നിട്ട് ഇവിടെ വന്ന് സുഖമായിട്ട് കുളിക്കേണ്ടവർക്ക് കുളിക്കാം, കാഴ്ച കാണേണ്ടവർക്ക് കാഴ്ച കാണാം. ഒരു മടുപ്പും തോന്നില്ല, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം തോന്നില്ല. സുഖമായിട്ട് ഇവിടെ നമ്മൾ ആസ്വദിച്ചിട്ട് ആ ഒരു ദിവസം എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ എറണാകുളം ഭാഗത്തൊക്കെ വരുന്നവർക്ക് എപ്പോഴും നമുക്കൊരു ചിന്താഗതി വെച്ചാൽ ഒരു 1/2 ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്ത് തീർക്കാനുള്ള സ്ഥലം എവിടെ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും ഗൂഗിൾ സെർച്ച് ചെയ്യാറുണ്ട്. ഇനി അധികം ഒന്നും സെർച്ചിങ് വേണ്ട, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത ട്രിപ്പ് ഞണ്ടിരിക്ക് വാട്ടർഫോൾസിലേക്ക് വയ്ക്കുക. അവിടെ നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ താഴെ ടൈമിൽ നമുക്ക് എറണാകുളം ഇവിടെ ഓടിയെത്താൻ പറ്റും. വന്ന് അടിപൊളിയായിട്ട് 1.5 മണിക്കൂർ ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാം, വെള്ളത്തിൽ കുളിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ച് നാട്ടിലേക്ക് കുളിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ, അതായത് ഇതുപോലെ റിമോട്ടായിട്ട് അധികം ആൾക്കാർ പോയിട്ടില്ലാത്ത അടുത്തൊരു ഡെസ്റ്റിനേഷൻ നമുക്ക് ഉടനെ കാണാം. അതുവരെ ബൈ.